ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റേസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് യദു. അപ്പോൾ നമ്മളിന്ന് SSC റെയിൽവേയുടെ പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. GK അല്ലെങ്കിൽ സ്ട്രാറ്റജി സീരീസ്. അപ്പോൾ ഞാനായിരിക്കും ഈ സെഷൻ ഇനി കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ SSC അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിന് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് GK. റെയിൽവേക്ക് ഇംഗ്ലീഷ് ഇല്ല, പകരം GKക്ക് കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്തായിരിക്കും റെയിൽവേ എക്സാംസ് ചോദിക്കുന്നത്. കാരണം GKക്ക് എസ്പെഷ്യലി പോളിറ്റി, എക്കണോമിക്സും സ്ട്രാറ്റജിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. SSCക്ക് ഇപ്പോൾ പാറ്റേൺ ലേറ്റസ്റ്റ് ആയിട്ട് മാറിയപ്പോൾ GKക്ക്, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പോസ്റ്റ് ഓറിയൻ്റ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങളുടെ റാങ്ക് അഫേം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഒരു റാങ്ക് ബൂസ്റ്ററാണ് ആക്ച്വലി GK. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് ഷെഡ്യൂൾ വൈസ് ആയിട്ട് പോകാം. അപ്പോൾ സ്ട്രാറ്റജി സീരീസ് ആയിരിക്കും ആദ്യം പോകുന്നത്. അതിനുശേഷം നമുക്ക് പോളിറ്റി, എക്കണോമിക്സ് ആ രീതിയിൽ പ്യുവർ GK ആയിട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഡാൻസസ് ഓഫ് ഇന്ത്യ ആയിരിക്കും. സ്ട്രാറ്റജിക്കയുടെ പാർട്ട് 1 ഇന്നത്തോടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുന്നതിന് മുമ്പായിട്ട് നോട്ട്ബുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടൻറ് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടൻറ് ബേസ്ഡ്, ഒപ്പം ലേറ്റസ്റ്റ് ആയിട്ട് SSC പാറ്റേൺ മാറ്റിയപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ വഴിയായിരിക്കും പോകുന്നത്. അപ്പോൾ നോട്ട്ബുക്ക് സെറ്റ് ചെയ്യുക, ഒപ്പം നോട്ട് എഴുതി എന്നോടൊപ്പം റെസ്പോണ്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസസ് ഓഫ് ഇന്ത്യ, നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ക്ലാസിക്കൽ ഡാൻസസ് ഓഫ് ഇന്ത്യ ആണ്. 2 ടൈപ്പ് ഓഫ് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ക്ലാസിക്കൽ ഡാൻസും ഫോക്ക് ഡാൻസും. ക്ലാസിക്കൽ ഡാൻസും ഫോക്ക് ഡാൻസും. അപ്പോൾ നോക്കിക്കേ, ക്ലാസിക്കൽ ഡാൻസിൻ്റെ പ്രത്യേകത എന്താ? അത് നമ്മൾ പേര് പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ഒരു ഐറ്റമാണ് മിക്ക ക്ലാസിക്കൽ ഡാൻസ്. അതായത് അതിങ്ങനെ ഇറ്റ്സ് എ ട്രെയിൻഡ് പ്രോഡക്റ്റ്. ഒരു ടീച്ചറിൻ്റെ അടിയിൽ ഒരു 4-5 വർഷം പഠിച്ച് നമ്മൾ അരങ്ങേറ്റമൊക്കെ നടത്തി ടെമ്പിൾസുകളൊക്കെ നടത്തുന്നത് കണ്ടിട്ടുണ്ടല്ലേ. അപ്പം ഒരു കുറേ നാൾ വിദ്യ അഭ്യസിച്ചതിന് ശേഷം നടത്തുന്ന ഒരു ട്രെയിൻഡ് കലാരൂപമാണ് ക്ലാസിക്കൽ ഡാൻസ്. പക്ഷേ ഇറ്റ്സ് എ ട്രെയിൻഡ് ആർട്ട് ഫോം. ട്രെയിൻഡ് ആർട്ട് ഫോം. പക്ഷേ ഫോക്ക് ഡാൻസിൽ നോക്കിക്കേ, ഫോക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട് ഫോക്സ്, അതായത് ഒരു പർട്ടിക്കുലർ, നമ്മളിപ്പോൾ ഓണത്തിന് എല്ലാ ഫോക്ക് ഡാൻസസിനും ട്രെയിനിങ് വേണ്ടെന്നല്ല. കാരണം നമ്മുടെ ഓണത്തിന് തിരുവാതിരയുണ്ട്, തിരുവാതിരയ്ക്ക് ട്രെയിനിങ് വേണ്ടെന്നല്ല. പക്ഷേ അത് ഓണം എന്ന ഒക്കേഷനിൽ അല്ലെങ്കിൽ ഓണം എന്ന ഫെസ്റ്റിവലിൽ അനുബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ, അതായത് നമ്മുടെ ഇവിടുത്തെ ഫോക്സ്, കോമൺ ഫോക്സ്, അതിനൊത്ത് നൃത്തം ചവിട്ടുന്ന ഒരു ആർട്ട് ഫോമാണ് ഫോക്ക് ഡാൻസ്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നേറ്റീവ് പ്ലേസിലെ ആൾക്കാർ ആ ഒരു ഫെസ്റ്റിവലോ ഒക്കേഷനോ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു ദേവനോ ഗോഡസിനോ ഒക്കെ വേണ്ടി സമർപ്പിച്ച് ആടുന്ന നൃത്തരൂപമായിരിക്കും ഫോക്ക് ഡാൻസ്. അപ്പോൾ ഇറ്റ്സ് മെയിൻലി പെർഫോം ബൈ, പേര് തന്നെ ആലോചിച്ചോണം, ബൈ കോമൺ പീപ്പിൾ അല്ലെങ്കിൽ കോമൺ ഫോക്സ്. എപ്പോൾ? ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഒക്കേഷൻ ഓർ ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ തിരുവാതിര ആലോചിച്ചാൽ മതി. പക്ഷേ ട്രെയിനിങ്ങിൻ്റെ കാര്യം ആലോചിക്കൽ, കാരണം കുറേ കൂടെ നമ്മുടെ ആകാശവാണിയിലാണെന്നുണ്ടെങ്കിൽ A ഗ്രേഡ് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ക്ലാസിക്കൽ ഫോംസിന് A ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഫോക്ക് ഡാൻസിന് അങ്ങനൊരു പെരുമയില്ല. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് നോക്കാം. അപ്പോൾ ഏതൊരു ക്ലാസിക്കൽ ഡാൻസിൻ്റെയും ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മുദ്രാസ് ഓർ ജസ്റ്റേഴ്സ് ആയിരിക്കും. നമ്മൾ ഭരതനാട്യം ആയാലും മോഹിനിയാട്ടം ആയാലും ഇപ്പോൾ കഥകളി ആയാലും അതിനൊക്കെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനോ അല്ലെങ്കിൽ അതിൻ്റേതായ തനതായ ശൈലിയിലുള്ള മുദ്രാസ് കാണും. അപ്പോൾ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് എ ക്ലാസിക്കൽ ഡാൻസ് എന്താണ്? ബേസിക് ഫൗണ്ടേഷൻ ഓഫ് എ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് മുദ്രാസ് അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ആയിരിക്കും. കാരണം ഓരോ ഡാൻസ് ഫോമിന് അതിൻ്റെ തനതായ ശൈലികളാണ്. മോഹിനിയാട്ടത്തിന് സിമിലർ ആണ് ഭരതനാട്യമെങ്കിലും അത് വ്യത്യാസമുണ്ട്, അതിൻ്റേതായ ഒരു ശൈലിയുണ്ട്. ഇനി നോക്കിക്കേ, പ്രോമിനൻറ്റ് സോഴ്സസ് ഓഫ് ക്ലാസിക്കൽ ഡാൻസസ്. നമ്മുടെ ഏതൊരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ഇതിൻ്റെ റൂട്ട്സ് തേടി പോവുകയാണെങ്കിൽ നമുക്ക് 2 ആൾക്കാരുടെ ബുക്ക് മെയിനായിട്ടും പഠിക്കാനുണ്ട്. നോക്കിക്കേ, ഒന്ന് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. അതായത് നാട്യശാസ്ത്രം എന്ന ബുക്കിൽ നിന്നാണ് നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് എന്നൊരു ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഫോംസ് ആയിട്ട് ഇതിന് മാറാൻ പറ്റുന്ന നമുക്ക് ഫസ്റ്റ് റിസോഴ്സ് അല്ലെങ്കിൽ സോഴ്സ് കിട്ടിയത് ഭരതമുനിയുടെ നാട്യശാസ്ത്രവും ഒപ്പം അഭിനയ ദർപ്പൺ. ആരാണ് ഓതർ? ആചാര്യ നന്ദികേശ്വറിൻ്റെ അഭിനയ ദർപ്പണവും ഓതർ ഭരതമുനിയുടെ നാട്യശാസ്ത്രവുമാണ് ക്ലാസിക്കൽ ഡാൻസിനെ പറ്റി മെയിൻലി പ്രതിപാദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 5th വേദ, വിച്ച് ബുക്ക് ഈസ് നോൺ ആസ്, വിച്ച് സോഴ്സ് ഈസ് നോൺ ആസ് 5th വേദ എന്ന് ചോദിച്ചാൽ നാട്യശാസ്ത്രമാണ്. അപ്പോൾ പ്രീവിയസ് അല്ലെങ്കിൽ മുമ്പുള്ള 4 വേദാസ് ഏതൊക്കെയാണ്? യജുർവേദ,
ഋഗ്വേദ, സാമവേദ ആൻഡ് അഥർവ വേദ. അപ്പം യജുർവേദ, ഋഗ്വേദ, സാമവേദ ആൻഡ് അഥർവവേദ ആർ ദ 4 ബേസിക് വേദാസ് ഓഫ് നമ്മുടെ കൾച്ചർ. അതോടൊപ്പം തന്നെ നാട്യശാസ്ത്രം 5th വേദ എന്ന് അറിയപ്പെടുന്നു. ഇനി നോക്കിക്കേ, 2 ബേസിക് ആസ്പെക്ട്സ് ഓഫ് എ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് 2 സ്റ്റൈലാണുള്ളത്, 2 ആസ്പെക്റ്റ് ആണുള്ളത്. ഒന്ന് താണ്ഡവയും ഒന്ന് ലാസ്യയും. ഇപ്പോൾ താണ്ഡവ ഡിനോട്ട്സ് ദ മൂവ്മെൻറ്റ് ആൻഡ് റിതം. അതായത് ഏതൊരു ഡാൻസിന് ഇപ്പോൾ മോഹിനിയാട്ടം നോക്കുകയാണെങ്കിൽ അത് ബാക്കിയുള്ള ഡാൻസ് ഫോമിൻ്റെ അത്രയും ചടുലമല്ല, അത്രയ്ക്ക് മൂവ്മെൻറ്റ് അതിനില്ല. കാരണം മോഹിനിയാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതിൻ്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത് തന്നെ റിസ്ട്രെയിൻഡ് ഇൻ മൂവ്മെൻ്റ് ആണ്. അപ്പം താണ്ഡവ ആസ്പെക്റ്റിൽ വരുന്നതാണ്. ഓരോ ഡാൻസിനും അതിൻ്റേതായ മൂവ്മെൻ്റ് ഉണ്ട്, റിതമുണ്ട്. ഇപ്പോൾ കഥകളിയാണ് കുറച്ചുകൂടെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് കളിക്കുന്നതാണ്, ഭരതനാട്യമാണ് കുറച്ചുകൂടെ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രത്യേകതകൾ ഈ 2 ആസ്പെക്റ്റിൽ നിന്നാണ് വരുന്നത്. ഇനി സെക്കൻഡ് ആസ്പെക്റ്റ് ഏതാ? ലാസ്യ. ഇപ്പോൾ ലാസ്യ ഡിനോട്ട്സ് ഗ്രേസ്, ഭാവ, രസ ആൻഡ് അഭിനയ. ഇറ്റ് ഓൾസോ സിംബലൈസ് എന്ത്? ഫെമിനൈൻ ആസ്പെക്ട് ഓഫ് എന്ത്? ഇത് പോയിന്റ് നോട്ട് ചെയ്തോണേ. അതായത് ലാസ്യ എന്ന് വിച്ച് ആസ്പെക്ട് ഓഫ് ക്ലാസിക്കൽ ഡാൻസ് ഡിനോട്ട്സ് ദ ഫെമിനൈൻ ആസ്പെക്ട് ഓഫ് ഡാൻസ് എന്ന് പറയുമ്പോൾ അത് ലാസ്യ സ്റ്റൈലായിരിക്കും. കുറച്ചുകൂടെ സ്ത്രീ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷണൽ കമ്പോണൻറ്റ്സ് വരുന്നത് ലാസ്യ സ്റ്റൈലിലായിരിക്കും. ഓക്കെ, കാരണം നമ്മൾ മോഹിനിയാട്ടത്തിൽ നമ്മൾ നോക്കും ഫർദർ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് 3 കമ്പോണൻറ്റ്സ് ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് നോക്കാം. നോക്കിക്കേ, 3 മെയിൻ ക്ലാസിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസിൻ്റെ 3 മെയിൻ കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നാട്യ, പിന്നെ നൃത്ത ആൻഡ് ദെൻ നൃത്യ. അപ്പോൾ നാട്യ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, പേര് തന്നെ ഉണ്ട്, നമുക്ക് എസ്പെഷ്യലി നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. കാരണം നാട്യം അല്ലെങ്കിൽ നടനം ഏതൊരു ഡാൻസ് ഫോമിലും നമ്മൾ എടുക്കുവാണെങ്കിൽ ജസ്റ്റ് ഡാൻസ് അല്ല, അതിനൊപ്പം കുറച്ച് എക്സ്പ്രഷണൽ കമ്പോണൻറ്റ്സ് കാണും. അതിനകത്ത് പറയുന്നത് നോക്കിയേ, ഇറ്റ് ഈസ് എ ഡ്രമാറ്റിക് കമ്പോണൻറ്റ് ഓഫ് ദ ഡാൻസ് പെർഫോംഡ് ത്രൂ ഡാൻസ് റിസൈറ്റൽസ്. ഇപ്പോൾ കഥകളി ആണെങ്കിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെണ്ട, ഒപ്പം അതിനൊപ്പം തന്നെ ഏതെങ്കിലും ഒരാൾ അതിനെ കഥകളി സംഗീതം പാടും, അതിനൊത്തായിരിക്കും ആ ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഡാൻസ് റിസൈറ്റൽസ് വഴി കഥകളിയിൽ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരാറുണ്ട്. അതിൻ്റെ ഒരു നടനം എലമെൻ്റ് അല്ലെങ്കിൽ നാട്യ അല്ലെങ്കിൽ ഡ്രമാറ്റിക് കമ്പോണൻ്റ് ആണ് നാട്യം എന്നറിയപ്പെടുന്നത്. അപ്പം നടനം എന്ന് ആലോചിച്ചാൽ മതി. പിന്നെ നൃത്ത എന്ന് പറയുന്നത് ഓരോ ഡാൻസിനും പ്രത്യേകതരം സ്റ്റെപ്സ് ആയിരിക്കും, എല്ലാത്തിനും സെയിം ആയിരിക്കില്ല. അപ്പോൾ നൃത്ത എന്ന് പറയുന്നത് എന്താണ്? ഡാൻസ് സ്റ്റെപ്സ് ആയിരിക്കും, ഓരോ ഡാൻസിനും പെർട്ടിക്കുലർ ഡാൻസ് സ്റ്റെപ്സ് ആയിരിക്കും. ഇനി നൃത്യ എന്ന് പറയുന്നത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, നാട്യ പ്ലസ് നൃത്ത ഈസിക്കൽ നൃത്യ. അപ്പോൾ പേരിലൊരു സിമിലാരിറ്റി ഉണ്ടല്ലോ. കാരണം നൃത്യ എന്ന് പറയുമ്പോൾ കുറേ കൂടെ എക്സ്പ്രഷണൽ കമ്പോണൻസ് സച്ചാസ് എന്താണ്? നമ്മൾ മുദ്രാസിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ബേസിക് ഫൗണ്ടേഷൻ ഓഫ് എ ക്ലാസിക്കൽ ഡാൻസ്. അപ്പോൾ മുദ്രാസ് അല്ലെങ്കിൽ എക്സ്പ്രഷണൽ കമ്പോണൻസ് ഒക്കെ ഓരോ ഡാൻസിനും ഓരോന്ന് ഡിഫറൻ്റ് ആയിരിക്കും. കഥകളിക്ക് ഡാൻസിനൊപ്പം എക്സ്പ്രഷണൽ കമ്പോണൻറ്റ് വരും. നല്ലൊരു എക്സാമ്പിൾ പറയുന്നത് മോഹിനിയാട്ടം. അത് പ്യുവർ ഡാൻസ് അല്ല, പകരം ആ ഡാൻസറിൻ്റെ മുഖത്ത് എക്സ്പ്രഷൻസ് വരും. അപ്പോൾ അത് നൃത്യ എലമെൻ്റ് ആയിരിക്കും, ഡാൻസ് വിത്ത് നടനം. ഇനി നോക്കിക്കേ, ക്ലാസിക്കൽ ഡാൻസിൻ്റെ അതായത് നമ്മൾ പറഞ്ഞു മെയിൻ കമ്പോണൻറ്റ്സ് പറഞ്ഞു, ആസ്പെക്ട്സ് പറഞ്ഞു. ഇനി ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഏതൊരു ക്ലാസിക്കൽ ഡാൻസിനും എസ്പെഷ്യലി ഞാൻ അരങ്ങേറ്റം നടത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഗുരു ശിഷ്യ പരമ്പര എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിരിക്കും എന്ത്? ഫോംസ് ദ കോർ ഓഫ് ദ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്. അതായത് ഒരു ഡിസൈപ്പിളിന് ഫോർ എ ഡിസൈപ്പിൾ ഹിസ് ഓർ ഹർ ഗുരുസ് ലാസ്റ്റ് വേർഡ് would be absolute. നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ പണ്ട് ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞില്ല. അതായത് ഗുരുവിൻ്റെ ഒപ്പം നിന്ന് പഠിക്കുക. അപ്പം അവിടുത്തെ കേസിൽ ഗുരു പറയുന്ന എന്തോ അതാണ് ലാസ്റ്റ് വാക്ക്. അപ്പം ഈ കേസിൽ ഡാൻസ് എന്ന തീമിനെ വെച്ച് അതായത് പഠിക്കുന്ന ഗുരു ഏതാണോ നമ്മളെ അണ്ടറിൽ ഏത് ഗുരുവിൻ്റെ അണ്ടറിലാണോ പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കായിരിക്കും ഈ സെക്ഷനിലെ ലാസ്റ്റ്. അതായത് ലാസ്റ്റ് നമുക്ക് ദക്ഷിണ കൊടുത്ത് പെർഫോം ചെയ്യുന്നത് ഗുരുവിൻ്റെ ഒരു ലാസ്റ്റ് വാക്ക് ഈ കേസിൽ നമ്മൾ അനുസരിച്ചേ പറ്റൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസിക്കൽ ഡാൻസ്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് പോകുന്നത്. പിന്നെ മെയിനായിട്ടൊരു പോയിന്റ് നോട്ട് ചെയ്യണേ, അതായത് സംഗീത നാടക അക്കാദമി നമ്മൾ 8 എണ്ണമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അഡീഷണൽ റീസെൻ്റ് ആയിട്ട് ഒരെണ്ണം കൂടെ മിനിസ്ട്രി ഓഫ് കൾച്ചർ അംഗീകരിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി പ്രകാരം ഇന്ത്യക്ക് 8 ക്ലാസിക്കൽ ഡാൻസേ ഉള്ളൂ. പക്ഷേ റീസെൻ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് കൾച്ചർ ഒരു ഡാൻസ് ഫോമും കൂടെ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ പഠിക്കുന്നതായിരിക്കും. ചൗ ഡാൻസ് 9th ഡാൻസ് എന്ന് പറയുന്നത് അത് ഫസ്റ്റ് അതൊരു ഫോക്ക് ഡാൻസ് ഫോമായിരുന്നു, അത് ക്ലാസിക്കൽ ഡാൻസ് ഫോമിലോട്ട് ചേർക്കപ്പെട്ടു. പിന്നെ ഒരു കാര്യം കൂടെ നോക്കിക്കേ, നമ്മളിവിടെ പറഞ്ഞായിരുന്നു മിനിസ്ട്രി ഓഫ് കൾച്ചർ അഡീഷണൽ ഒരു ഡാൻസ് ഫോമും കൂടെ എൻ്റർ ചെയ്തു. അപ്പം മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആരാ? എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സിനൊക്കെ ചോദിക്കുന്നതാണ്. മിനിസ്റ്റർ ഓഫ് കൾച്ചർ എന്ന് പറയുന്നത്
മിനിസ്റ്റർ ഓഫ് കൾച്ചർ ജി കിഷൻ റെഡ്ഡി. ജി കിഷൻ റെഡ്ഡിയാണ് നമ്മുടെ മിനിസ്റ്റർ ഓഫ് കൾച്ചർ. അപ്പോൾ അത് ആ പോയിന്റ് നോട്ട് ചെയ്യണം. നിങ്ങൾ ബുക്കിൽ അതാത് നോട്ട് ചെയ്ത് പൊക്കോണം. കാരണം അഡീഷണൽ പോയിന്റ്സ് എസ്പെഷ്യലി നോട്ട് ചെയ്ത് പൊക്കോണം. കറണ്ട് അഫയേഴ്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും പോണേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷൻ നോക്കാം. ഒന്നാമത്തെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഭരതനാട്യം. അപ്പോൾ ഭരതനാട്യം പേര് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം തമിഴ്നാടിൻ്റെ തനതായ കലാരൂപമാണ്. ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് എമംഗ് ദ ക്ലാസിക്കൽ ഡാൻസസ് ഓഫ് ഇന്ത്യ. ഏകദേശം 2000+ ഇയേഴ്സ് ഉണ്ട് അല്ലേ. നമ്മൾ നാട്യശാസ്ത്രം എന്ന് പറയുന്ന ബുക്കിനകത്ത് ഫസ്റ്റ് ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്നത് ഭരതനാട്യമാണ്. അപ്പം ഓൾഡസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ബാക്കിയുള്ള ഡാൻസ് ഫോംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 2000+ ഇയേഴ്സ് ഓൾഡാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്തോണം. ഈ ഭരതനാട്യം എന്ന പേര്, അതായത് ഇറ്റ്സ് നെയിം ഈസ് ഡിറൈവ്ഡ് ഫ്രം ഭരതമുനി. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഓതർ ഓഫ് നാട്യശാസ്ത്ര ഭരതമുനിയുടെ ഭരതത്തിൽ നിന്നുമാണ് ഭരതനാട്യം എന്ന പേര് ഉണ്ടായത്. ആ പോയിന്റ് നോട്ട് ചെയ്തോണം. ഒപ്പം എന്താ, ഭരതനാട്യത്തിനെ സാതിർ ഓർ ദാസിയാട്ടം എന്നും അറിയപ്പെടും. കാരണം ആക്ച്വലി ആദ്യകാലങ്ങളിൽ ഈ ഡാൻസ് പെർഫോം ചെയ്തത് ദേവദാസീസ് ആയിരുന്നു. ദേവദാസീസിന് വേറൊരു പേരും കൂടെ ഉണ്ട്, മഹാരിസ് എന്നും പറയും. നമ്മളത് അടുത്ത സ്ലൈഡ് സെഷനിൽ നോക്കുന്നതായിരിക്കും. അതായത് മഹാരിസ് എന്ന് പറയുന്ന ആൾക്കാർ ഒരു ടെമ്പിൾ ഫോക്സ് ആയിരിക്കും. അമ്പലങ്ങൾ തോറും താണ്ടി അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ, അപ്പം ശിവൻ്റെ അമ്പലത്തിലാണെങ്കിൽ അല്ല ഏത് അമ്പലമാണോ ആ ദേവന് സമർപ്പിച്ചുകൊണ്ട് ആടുന്ന നൃത്തം ആയിരുന്നു ഒരു കാലത്ത് ഭരതനാട്യം. അത് പിന്നെ ഇന്ന് കാണുന്ന രൂപത്തിൽ ഭരതനാട്യമാവൻ കുറേ കാലം എടുത്തു. അപ്പം ദേവദാസീസ് പെർഫോം ദേവൻ്റെ ദാസീസ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആയതുകൊണ്ട് അതിനെ ദാസിയാട്ടം എന്നും അറിയപ്പെടും. ഒപ്പം ഫയർ ഡാൻസ് എന്നും തഞ്ചോരെ നാട്യം എന്നും ഇതറിയപ്പെടും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഭരതനാട്യത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് അത് നോൺ ആസ് ഏകാഹാര്യ എന്നാണ്. അതായത് നോക്കിയേ, വേർ വൺ ഡാൻസർ ടേക്സ് ഓൺ മെനി റോൾസ് ഇൻ എ സിംഗിൾ പെർഫോമൻസ്. അതായത് ഇപ്പോൾ രാധാകൃഷ്ണനാണ് ആടുന്ന നൃത്തത്തിൻ്റെ തീമെങ്കിൽ രാധയും കൃഷ്ണനും എല്ലാം ഒരു ഒറ്റ വ്യക്തിയായിരിക്കും. അയാൾ തന്നെ ആയിരിക്കും കൃഷ്ണനെ അവതരിപ്പിക്കുന്നതും രാധയുടെ തീം എല്ലാം ഒരു ഒറ്റ വ്യക്തിയായിരിക്കും. അപ്പോൾ ഇത് ആലോചിച്ചിരിക്കാനായിട്ട് ഏകാഹാര്യ. ഏകം എന്ന് പറയുമ്പോൾ എത്ര? ഒന്ന്. അപ്പോൾ ഒന്നിൽ നിന്നും ഡൈവേർജ് ആയി പോകുന്ന ഒരു ഡാൻസ് ഫോമാണ്. അത് ഒരാൾ തന്നെ പല റോൾസ് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കിക്കോണേ, ഭരതനാട്യം ഏകാഹാര്യമാണ്. അപ്പോൾ അടുത്ത് നോക്കാം. ഇനി ഫേമസ് ഡാൻസേഴ്സ്, നമ്മൾ ഡാൻസേഴ്സും കൂടെ ഒപ്പമാണ് പറഞ്ഞു വന്നത്. ഡാൻസേഴ്സ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഫേമസ് ഡാൻസേഴ്സും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫേമസ് പേഴ്സണാലിറ്റീസിനെ നോക്കിയിട്ടായിരിക്കും പോണേ. അപ്പോൾ നോക്കിക്കേ, ഫേമസ് ഡാൻസേഴ്സ് എന്ന് പറയുന്നത് മല്ലിക സാരാഭായ്, ലക്ഷ്മി വിശ്വനാഥ്, സോനൽ മാൻസിംഗ്, യാമിനി കൃഷ്ണമൂർത്തി. ഈ 2 പേര് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. മിക്ക ക്വസ്റ്റ്യൻസിനും പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്നതാണ്. കാരണം ഇവർ ഒന്നാമത്തെ കാര്യം ഒരു ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ക്ലാസിക്കൽ മ്യൂസിക് തന്നെ നല്ല പാടാണ്. അപ്പോൾ എത്ര പാടായിരിക്കും ക്ലാസിക്കൽ ഡാൻസ് എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവർ കൂടുതൽ കലാരൂപങ്ങളിൽ ഭയങ്കര ബഹുമുഖ പ്രതിഭകളാണ്. പല ഡാൻസ് ഫോമിൽ ഇവർക്ക് പ്രാവീണ്യമുണ്ട്. അപ്പോൾ സോനൽ മാൻസിംഗും യാമിനി കൃഷ്ണമൂർത്തിയും, പ്രതിഭ പ്രഹ്ലാദ്, മൃണാളിനി ആൻഡ് പത്മ സുബ്രഹ്മണ്യം, ഇവരാണ് ഫേമസ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ഇൻ കേസ് ഓഫ് ഭരതനാട്യം. ഇനി നോക്കി, ഈ കക്ഷി ആരാന്നറിയുമോ? നമ്മൾ നേരത്തെ പത്മ സുബ്രഹ്മണ്യം പറഞ്ഞില്ലേ. കാരണം പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ പേര് എടുത്തു പറയാൻ കാര്യം, ഒരു ഹൈലി ടാലൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഭരതനാട്യം പഠിച്ചിട്ട് അവർക്ക് ഭരത് നൃത്യം, ഇതാലോചിച്ച് വെച്ചോണേ, ഭരത് നൃത്യം, അതായത് പുതിയതായൊരു ഡാൻസ് ഫോമിന് രൂപം കൊടുത്തു. നമ്മളിപ്പം ബ്രൂസ്ലിയുടെ ഹിസ്റ്ററി പ്രത്യേകം ഫാൻ ബേസ് ഉള്ള ഫാൻസിനറിയാം. അദ്ദേഹം കുങ്ഫുവിനൊപ്പം ചീറ്റ് കോണ്ടോ എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സ് ഫോമിന് രൂപം കൊടുത്തിട്ടുണ്ട്. പഠിച്ചു, ഒപ്പം പുതിയതായിട്ടൊരു ആർട്ട് ഫോം മാർഷൽ ആർട്സ് ഫോമിന് രൂപം കൊടുത്തു എന്ന് പറയുന്ന പോലെ ഇത് എക്സ്ട്രീമിലി നമുക്ക് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര പാടാണ്. എസ്പെഷ്യലി ഡാൻസ് പഠിച്ചെടുക്കാൻ പാടായിട്ടിരിക്കുമ്പോൾ ഒരു ഡാൻസ് ഫോം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രീംലി മാർവലസ്. അപ്പോൾ ഭരത് നൃത്യം ഇതുണ്ടാക്കിയതിൻ്റെ പേരിലാണ് 2003 പത്മഭൂഷൺ കൊടുത്ത് രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. സോനൽ മാൻസിംഗിൻ്റെ പേരും കൂടെ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അധികം ഡാൻസ് ഫോംസ് ചെയ്തുകൊണ്ട് മാത്രമല്ല, സോനൽ മാൻസിംഗ് ആണ് ദ ഫസ്റ്റ് എമംഗ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസേഴ്സ്
ടു റിസീവ് പത്മ അവാർഡ്. അതായത് പത്മ പുരസ്കാരം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസറാണ്, ഇന്ത്യൻ ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസറാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസർ അല്ല, ഭരതനാട്യം കളിക്കുന്ന ആൾക്കാരിൽ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിൽ ഈ ഡാൻസ് ഫോമിൽ ആദ്യമായിട്ട് പത്മ പുരസ്കാരം കിട്ടിയത് നമ്മുടെ സോണൽ മാൻസിംഗിനാണ്. അതായത് ഇവർക്ക് 1992 പത്മഭൂഷണും 2003 പത്മവിഭൂഷൺ. പത്മവിഭൂഷൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് ദ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ. വിഭൂഷൺ. അപ്പം ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതാണ് ഇന്ത്യയിലെ? ഭാരത് രത്ന. ഇതും കൂടെ നോട്ട് ചെയ്തോണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഡാൻസ് ഫോം നോക്കാം. അപ്പോൾ അടുത്ത ഡാൻസ് ഫോം നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വെരാന്ത റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോച്ചിങ് മെത്തഡോളജി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ക്ലാസ്സസ് ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്ത് ഫാക്കൽറ്റീസ് കൺവെൻഷണൽ പ്ലസ് ഷോർട്ട് ട്രിക്സ് ഒക്കെ പഠിപ്പിച്ച് നമ്മളെ നോളജ് വൈസ് ആക്കും. ഒപ്പം അതിനുശേഷം ഈ പഠിച്ച നോളജ് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരു ബേസിക് സർക്കിൾ സെഷൻ കാണും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പ്രൊഫഷണലായിട്ട് ഒരു ആസ്പിറൻ്റായിട്ട് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു മെൻറ്റർ സപ്പോർട്ടും കാണും. ഓരോ ബാച്ചിനും ഓരോ മെൻറ്റർ കാണും. അപ്പം നമുക്ക് നമ്മുടെ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് സർക്കിൾ വൈസ് ആക്കിയിട്ട് നമ്മളെ പഠിപ്പിക്കും. ഒപ്പം നെക്സ്റ്റ് ഫേസ് വരുന്ന എക്സ്ട്രീം സർക്കിളാണ്. കുറച്ചുകൂടെ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിന് വേണ്ടിയിട്ട്, അതായത് ബേസിക് കഴിഞ്ഞ് ഇനി മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ബേസ് ചെയ്ത് എക്സ്ട്രീം സർക്കിളും കാണും. അവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണും. അപ്പം ഫർദർ ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂടും, കൺസെപ്റ്റ് കൂടും, ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ് കൂടും. ആൻഡ് സൂപ്പർ ബാച്ച് ഓരോ എക്സാമിനും മുന്നേ, അതായത് ഇപ്പോൾ SSC CGL വരികയാണെങ്കിൽ CGL ബേസ്ഡ് ഫോക്കസ് മെറ്റീരിയൽ കാണും. അതിനെ സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ ഫോക്കസ് ബാച്ച് എന്ന് പറയും. അപ്പം ഒരു മാസം മുന്നേ ഒരു 30 ദിവസത്തേക്കിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ തരും. 10-60 ക്വസ്റ്റ്യൻ എല്ലാ സെക്ഷനും കവർ ചെയ്യുന്ന രീതി. ഒപ്പം ഒരു മെൻറ്റർ സപ്പോർട്ടും കാണും. ആൻഡ് ഫൈനൽ റിട്ടേൺ സെക്ഷനാണ് റിപ്പ്, റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം. അതായത് എക്സാമിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ച് പീക്ക് ലെവൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഒരു പ്രാക്ടീസ് സെക്ഷൻ ആയിരിക്കും. ആൻഡ് ഫോളോഡ് ബൈ മോക്ക് ഇൻ്റർവ്യൂ. എസ്പെഷ്യലി ബാങ്ക് എക്സാംസിന് മോക്ക് ഇൻ്റർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 2 രീതിയിലുണ്ട്. ഓഫ്ലൈൻ വേണ്ടവർക്ക് അത് പ്രിഫർ ചെയ്യാം, കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. ഓൺലൈൻ വേണ്ടവർക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കേണ്ടവർക്ക് അവരുടേതായിട്ടുള്ള രീതി പ്രിഫർ ചെയ്യാം. അപ്പോൾ ഓഫ്ലൈൻ അല്ലെ ഓൺലൈൻ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അടുത്ത ഡാൻസ് ഫോം നോക്കാം. കഥകളി. നമുക്ക് പറയേണ്ട നമ്മുടെ സ്വന്തം സാധനമാണ് കഥകളി, മോഹിനിയാട്ടവും. കാരണം കേരളത്തിന് 2 ഡാൻസ് ഫോം ഉണ്ട്. അപ്പോൾ കഥകളി നോക്കിയേ. കഥകളിയിൽ മെയിൻലി 2 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഒന്ന് ഹീറോ, പച്ചവേഷവും കത്തിവേഷവും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഹീറോ എന്ന് പറയുന്നത് പച്ചവേഷം ആടും, വില്ലൻ എന്ന് പറയുന്നത് കത്തിവേഷത്തിലായിരിക്കും. ഇനിയും 4 ടൈപ്പ് ഓഫ് കളേഴ്സാണ് കഥകളിയിൽ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഗ്രീൻ, യെല്ലോ, ബ്ലാക്ക്, വൈറ്റ് ആർ ദി കളേഴ്സ് യൂസ്ഡ്. എസ്പെഷ്യലി ഗ്രീൻ എന്ന് പറയുന്നത് എന്ത് തീമിനെ കാണിക്കുന്നതാണ്? വിർച്യു ആൻഡ് ഡിഗ്നിറ്റി. ഗ്രീൻ എന്ന് പറയുന്ന കളറ് വിർച്യു ആൻഡ് ഡിഗ്നിറ്റി ഈ തീമിനെ കാണിക്കും. ഒപ്പം റെഡ് സിന്നിനെ കാണിക്കും. അതായത് സിൻ വിത്ത് റോയൽറ്റി. അതായത് ബേസിക്കലി വേഷങ്ങളിൽ നടുക്ക് നമ്മുടെ മൂക്കിൽ ചുമന്നൊരു ബൺ വെക്കും. അത് റെഡ് കത്തി അല്ലെങ്കിൽ റെഡ് വേഷം, ചുമന്ന വേഷം, അങ്ങനെയാണ് സാധാരണ കഥകളിയിൽ ആടുന്നത്. അത് റോയൽറ്റിയെ, ഇപ്പോൾ പൊതുവേ രാവണനെയൊക്കെ കാണിക്കുന്ന ആ വേഷത്തിലാണ്. സിന്നും പ്ലസ് റോയൽറ്റി. അതിനോടൊപ്പം യെല്ലോ സത്രിക ആൻഡ് രജസിക്. വേറൊരു കാര്യം കൂടെ ആലോചിച്ചോണം. സത്രിക ആൻഡ് രജസിക്. ഒരു കാര്യം കൂടെ ആലോചിച്ചോണം. യെല്ലോ മെയിൻലി പെർഫോം ചെയ്യുന്ന ആരെ കാണിക്കാനാണ്? സെയിൻസ് അല്ലെങ്കിൽ വിമനെ, സ്ത്രീകളെ അല്ലെങ്കിൽ സെയിൻസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യെല്ലോ മെയിൻലി യൂസ് ചെയ്യുന്നു. അപ്പം ലാസ്റ്റ് കംസ് ദ തമസിക. തമസിക എന്ന് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. കാരണം തമസിക ബേസിക്കലി ഉദ്ദേശിക്കുന്നത്
ഓക്കെ, തമസിക ബേസിക്കലി ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഈവിൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ഈവിൾ അല്ലെങ്കിൽ വിയേർഡ് ആയിട്ടുള്ള ഒരു തീമായിരിക്കും ബ്ലാക്ക് അല്ലെങ്കിൽ കറുത്ത വേഷം റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇന്ന് നോക്കിയ ഫേമസ് ഡാൻസേഴ്സ് ആരൊക്കെയാണെന്ന്: കലാമണ്ഡലം രാമൻകുട്ടി നായർ, റീറ്റ ഗാംഗുലി ആൻഡ് സാധനം കൃഷ്ണൻകുട്ടി. ഓക്കെ, നമ്മുടെ മലയാളികൾക്ക് ഫെമിലിയർ ആയിട്ട് പേരാണ്, പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് കാണില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഡാൻസ് ഫോം നോക്കാം, മോഹിനിയാട്ടം. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത, കേരളം ക്ലാസിക്കൽ ഡാൻസസിന് രണ്ട് ആർട്ട് ഫോം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കഥകളി മുമ്പ് പഠിച്ചു, ഒപ്പം മോഹിനിയാട്ടം. അപ്പോൾ നമ്മൾ മോഹിനിയാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കിയേ. ഇറ്റ് ഈസ് എ ഡാൻസ്. മോഹിനിയാട്ടത്തിന് പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? മോഹിനിയാട്ടം അതായത് മോഹിനി ആടുന്ന നൃത്തം എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ്. കാരണം മോഹിനി വേഷം മെയിൻലി വിഷ്ണു, നമ്മൾ പുരാണങ്ങൾ അല്ലെങ്കിൽ പണ്ട് സീരിയലിൽ കണ്ടാലും എന്തോ കണ്ടാലും ബേസിക്കലി നമുക്കറിയാമല്ലേ, ഭസ്മാസുരനെ കൊല്ലാനായിട്ട് വിഷ്ണു മോഹിനി അവതാരം സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ മോഹിനി ആടുന്ന നൃത്തമായതുകൊണ്ടാണ് മോഹിനിയാട്ടം എന്നുള്ളൊരു പേര് വന്നത്. അതിൻ്റെ കൺസെപ്റ്റും ബേസിക്കലി നോക്കുക. ഡാൻസ് ഫോം ഡെവലപ്ഡ് ഫ്രം സ്റ്റോറി ഓഫ് വിഷ്ണു ഹു ടു ഗൈസ് ഓഫ് മോഹിനി ടു കിൽ ഭസ്മാസുര. അപ്പം എൻ്റെ തീം തന്നെ അതാണ്. ഇനി ഇതിനും റെഫറൻസസ് ആർ ഫൗണ്ട് ഇൻ വ്യവഹാരമാല. ഓതർ മഴമംഗലം നാരായണൻ നമ്പൂതിരിയുടെ വ്യവഹാരമാല എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുമാണ്. ഒപ്പം കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര. ഏതൊക്കെ ബുക്സാണ്? ഘോഷയാത്ര റിട്ടൺ ബൈ കുഞ്ചൻ നമ്പ്യാർ ആൻഡ് വ്യവഹാരമാല ഓതർ മഴമംഗലം നാരായണൻ നമ്പൂതിരി. ഈ രണ്ട് പേരുടെ ബുക്സിൽ നിന്നുമാണ് മോഹിനിയാട്ടത്തിൻ്റെ റെഫറൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിനെപ്പറ്റി കൂടുതൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു 2 ആസ്പെക്ട്സ് ഓഫ് ക്ലാസിക്കൽ ഡാൻസ്. ഏതൊക്കെയാണ്? താണ്ഡവയും ഒപ്പം ലാസ്യ സ്റ്റൈലും. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഫർദർ മോഹിനിയാട്ടത്തിൻ്റെ കേസ് അവിടെ പറഞ്ഞായിരുന്നു. ഇപ്പം നോട്ട് ചെയ്തോണം. ഇറ്റ് ബിലോങ്സ് ടു ലാസ്യ സ്റ്റൈൽ വിച്ച് ഈസ് ഫെമിനൈൻ, ടെൻഡർ ആൻഡ് ഗ്രേസ്ഫുൾ. നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, ലാസ്യ സ്റ്റൈൽ എന്തിനെ കാണിക്കുന്നു? ഫെമിനൈൻ ആസ്പെക്റ്റിനെ കാണിക്കുന്ന ഡാൻസാണ്. അപ്പം താണ്ഡവയിലും ലാസ്യയിലും ഈ 2 ആസ്പെക്റ്റിൽ മോഹിനിയാട്ടം ബിലോങ് ചെയ്യുന്നത് ലാസ്യ സ്റ്റൈലിനാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത നോക്കിയേ. റിസ്ട്രെയിൻഡ് ഇൻ മൂവ്മെൻറ്റ് ഈസ് ദ ഹോൾമാർക്ക് ഓഫ് ദ ഡാൻസ്. അതായത് മറ്റ് ക്ലാസിക്കൽ ഡാൻസിനെ പോലല്ല, ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അധികം ചടുലമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഇല്ല, പക്ഷെ കുറച്ച് റിസർവ്ഡ് ആയിരിക്കും. പക്ക അതിനൊരു ഓറിയൻറ്റേഷൻ കാണും. അധികം ഉള്ള മൂവ്മെൻറ്റ്സോ റിതമോ ഒന്നിനും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹോൾമാർക്കാണ്. ഇനി ഫേമസ് ഡാൻസേഴ്സിനെ നോക്കി. വൈജയന്തിമാല, ഹേമ മാലിനി, സുനന്ദ നായർ, ഗോപിക വർമ്മ ആൻഡ് പല്ലവി കൃഷ്ണൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സെഷനിലെ ഫൈനൽ ആർട്ട് ഫോം നോക്കാം. കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? ആന്ധ്രാപ്രദേശിൻ്റെയാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ തനതായ കലാരൂപമാണ് കുച്ചിപ്പുടി. അതായത് കുച്ചിപ്പുടി ഈ പറഞ്ഞാൽ എല്ലാ ഡാൻസ് ഫോമും ഒരിക്കലും ഒരു ഫോക്ക് ഡാൻസ് ഫോം ആയിരുന്നു. അത് പിന്നെ ക്ലാസിക്കലി ഓറിയൻറ്റ് ചെയ്ത് വന്നതാണ്. അപ്പം കുച്ചിപ്പുടി മെയിൻലി നമ്മുടെ രാജ്യത്ത് ഇത്രയും അധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്നതിൻ്റെ മെയിൻ റീസൺ ഏതാണ്? ഭക്തി മൂവ്മെൻറ്റ്. 7ാം സെഞ്ച്വറി AD ഭക്തി മൂവ്മെൻറ്റ് പ്രകാരം അല്ല, അതിൻ്റെ ഇൻഫ്ലുവൻസ് വഴിയാണ് കുച്ചിപ്പുടി ഇന്ന് കാണുന്ന രൂപത്തിൽ നമ്മുടെ മുമ്പിൽ കാണുന്നത്. പിന്നെ കുച്ചിപ്പുടിയുടെ പേര് വരുന്നത് കുചേലപുരം എന്നൊരു സ്ഥലമുണ്ട് ആന്ധ്രാപ്രദേശിലെ. ഏത് ഡിസ്ട്രിക്റ്റിൻ്റെ പേരും കൂടെ ആലോചിച്ച് വെച്ചോണം, കാരണം ഇപ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചോദിക്കുന്നുണ്ട് അവർ. കൃഷ്ണ ഡിസ്ട്രിക്റ്റ്. ആന്ധ്രാപ്രദേശ് എന്ന സ്ഥലത്തെ കൃഷ്ണ ഡിസ്ട്രിക്റ്റിലെ കുചേലപുരം എന്ന സ്ഥലത്തിൽ നിന്നും ഉണ്ടായതാണ് കുച്ചിപ്പുടി. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. പിന്നെ ഈ ഡാൻസ് ഫോം മെയിൻലി സിദ്ധേന്ദ്ര യോഗയാണ് ഫോർമലൈസ് ചെയ്തതും സിസ്റ്റമൈസ് ചെയ്തതും. ഇന്ന് കാണുന്ന രീതി ഇതിനൊരു ക്ലാസിക്കൽ ഓറിയൻറ്റേഷൻ ഉണ്ടാക്കി കൊടുത്തത് സിദ്ധേന്ദ്ര യോഗയാണ്. കാരണം ഈ പേര് മറക്കല്ല്, കാരണം അദ്ദേഹം തന്നെയാണ് ഭാമകലാപം ആൻഡ് മെനി അതർ പ്ലേസിന് രൂപം കൊടുത്തത്. ഭാമകലാപം നോട്ട് ചെയ്തോണേ. ഭാമകലാപം എന്ന് പറയുന്നത് എന്താണ്? ആന്ധ്രാപ്രദേശിൻ്റെ ഫോക്ക് ഡാൻസും കൂടാണ്. കാരണം നമ്മൾ ഫോക്ക് ഡാൻസ് നോക്കാൻ നേരം അത് പഠിക്കും. ആ ഭാമകലാപം ആന്ധ്രാപ്രദേശിൻ്റെ ഫോക്ക് ഡാൻസ് ഫോമും കൂടാണ്. ആൻഡ് മെയിൻലി പെർഫോംഡ് ഏതർ ആ സോളോ, ഡുവറ്റ് ഓർ ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ. നമ്മളിത് മെയിൻലി കണ്ടേക്കുന്നത് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ സിംഗിൾ പ്രസൻറ്റേഷൻ ആയിരിക്കില്ല, ഒരു 2 പേരുടെ ഡുവറ്റായിട്ടായിരിക്കും. എസ്പെഷ്യലി ഒരു ബ്രാസ് പ്ലേറ്റിലൊക്കെ വെച്ചിട്ടുള്ള പെർഫോമൻസ് അങ്ങനെ ആയിരിക്കും നമ്മൾ ഓർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള സ്റ്റൈൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സോളോ എലമെൻ്റ്, അത് ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരുന്നൊരു ഡാൻസ് ഫോം ആയിരുന്നു. പിന്നെ ആൾക്കാർ അതിനനുസരിച്ച് വേരിയേഷൻസ് കൊണ്ടുവന്നതാണ്. അപ്പോൾ പോപ്പുലർ സോളോ എലമെൻറ്റ്സ് നോക്കുവാണെങ്കിൽ മണ്ടൂക്ക് ശബ്ദം, തരംഗം ആൻഡ് ജലചിത്ര നൃത്യം. അപ്പോൾ മണ്ടു ശബ്ദം നോക്കിയേ, അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഡാൻസർ കാണിക്കുന്നത് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ ഫ്രോഗ്. മണ്ടൂക്ക് ശബ്ദമല്ലേ, അപ്പോൾ ശബ്ദം സാധാരണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കഥ പറയാൻ. അപ്പം ഫ്രോഗിൻ്റെ കഥ പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മണ്ടൂക്ക് ശബ്ദം റിലേറ്റ് ചെയ്തിരിക്കുന്നത്.
നെക്സ്റ്റ് ഏതാണ് തരംഗം, അതായത് തരംഗം ഈ ഫേസ് ആണ് അല്ലെങ്കിൽ ഈ ഒരു എലമെൻ്റ് ആണ് നമ്മൾ പോപ്പുലർലി കണ്ടേക്കുന്നത് നമ്മുടെ വിഷ്വൽ പ്രോവസിലുള്ളത്. തരംഗം എന്ന് പറയുന്നതിൽ ഡാൻസർ യൂസസ് ബ്രാസ് പ്ലേറ്റ്, പിന്നെന്താണ് നോട്ട് ചെയ്യാതോണേ, ബ്രാസ് പ്ലേറ്റ് ആൻഡ് ബാലൻസിങ് എ പോട്ട് ഓഫ് വാട്ടർ ഓൺ ദ ഹെഡ് ഓർ എ സെറ്റ് ഓഫ് ദിയാസ്, ഒരു സെറ്റ് ഓഫ് ദിയാസോ ഒരു എന്തായാലും പോട്ടിൽ വാട്ടറോ നമ്മുടെ തലയിൽ ബാലൻസ് ചെയ്തിട്ട് ബ്രാസ് പ്ലേറ്റിൽ കുറച്ച് റിസ്ക് എലമെൻ്റ് ഉള്ളതാണ്. അത് നമ്മൾ താണ്ഡവാന്ന് മുമ്പ് പഠിച്ചില്ലായിരുന്നു, റിതം ആൻഡ് മൂവ്മെൻറ്റ് ഡിനോട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. അപ്പോൾ ആ സ്റ്റൈലിലും കൂടെ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, കുറച്ച് റിസ്ക് എലമെൻ്റ് ഉള്ളതാണ്. അപ്പം നെക്സ്റ്റ് ഫൈനൽ ഫേസ് അല്ലെങ്കിൽ ഫൈനൽ സോളോ എലമെൻ്റ് എന്ന് പറയുന്നത് ജലചിത്ര നൃത്യം, വേർ ഡാൻസർ ഡ്രോസ് പിക്ചേഴ്സ് ഓൺ ദ ഫ്ലോർ വിത്ത് ഹിസ് ഓർ ഹെർ ടോസ് വൈൽ ഡാൻസിങ്. ഇതൊക്കെ വിഷ്വലൈസ് ചെയ്ത് പഠിച്ചോണേ ചലച്ചിത്ര നൃത്യം. ഓക്കെ, അപ്പം നമുക്ക് കുച്ചിപ്പുടിയുടെ ഫേമസ് ഡാൻസേഴ്സിനെ നോക്കാം. രാധാ റെഡ്ഡി, രാജാ റെഡ്ഡി. ഈ കുച്ചിപ്പുടി ഏത് സംസ്ഥാനമാണെന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി, ആന്ധ്രാപ്രദേശ്. പിന്നെ ഈ പേര് കേൾക്കുമ്പോൾ റെഡ്ഡി മിക്കപ്പോഴും ആ ഒരു സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന, നമ്മളിപ്പം കേരളത്തിൽ നായർ, രാമൻകുട്ടി നായർ എന്നൊക്കെ പറയുന്ന പോലെ രാജാ റെഡ്ഡി നെയിം മെയിൻലി വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അപ്പം രാജാ റെഡ്ഡി, രാധാ റെഡ്ഡി ആൻഡ് നേരത്തെ പറഞ്ഞില്ലേ ഭരതനാട്യം, ഭരതനാട്യത്തിൻ്റെ മെയിൻ ആളാണ് യാമിനി കൃഷ്ണമൂർത്തി. അപ്പോൾ യാമിനി കൃഷ്ണമൂർത്തി ഏതാണ് കുച്ചിപ്പുടിയിലും അവർ ബഹുമുഖ പ്രതിഭയായിരുന്നു, കുച്ചിപ്പുടിയിലും അവർക്ക് പ്രാവീണ്യമുണ്ട്. അപ്പം യാമിനി കൃഷ്ണമൂർത്തിയുടെ പേര് മെയിൻലി നോട്ട് ചെയ്തോളാം. ആൻഡ് ഫൈനലി ഇന്ദ്രാണി റഹ്മാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് സെഷൻ നെക്സ്റ്റ് സീരീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.